നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സുഹൃത്ത് ബോബി പുന്നിയൂർ കുളത്തിൽ നിന്നും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില്. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വളരെ ദൗർഭാഗ്യകരം എന്ന് പറയാവുന്ന ഒരു ഇൻസിഡന്റ് ആണ്. അത് ഹൽദ്വാനി എന്ന ഉത്തർപ്രദേശിലെ ഉത്തരാഖണ്ഡിലാണ് നൈനിതാളിൽ നിന്നിലേക്ക് കയറുന്ന നൈനിതാളിന്റെ വാതിൽ എന്ന് പറയാവുന്ന ഒരു ടൗൺ ആണ് ഹൽദ്വാനി. അവിടെ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ അവിടെ പോയി ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പ്രസംഗിച്ചു. അദ്ദേഹം വിട്ടതിന് ശേഷം അവിടുത്തെ BJP അല്ലെങ്കിൽ RSS അഫിലിയേറ്റഡ് സംഘടനകൾ അവിടെ ഒരു ശുദ്ധീകരണ കലശം നടത്തി. അദ്ദേഹം പ്രസംഗിച്ച വേദിയിൽ അത് ഒരു കാരണം, അദ്ദേഹം ഒരു ദളിതാണ്, കന്നഡയിൽ നിന്നുള്ള ദളിത് ലീഡറാണ്. അതാണ് അതിന് കാരണം എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ഒരു ഇഷ്യൂ ആകാൻ അദ്ദേഹം തന്നെ, ഖാർഗെ തന്നെ അത് രാജ്യസഭയിൽ ഉന്നയിക്കേണ്ടി വന്നു. അപ്പോൾ BJP അതിനെ പറഞ്ഞ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങളുടെ ആൾക്കാരല്ല എന്നൊക്കെ പറഞ്ഞ് ആസ് യൂഷ്വൽ ബോബി എപ്പോഴും പറയുന്ന RSSന്റെ ഒരു കൾപ്പബിലിറ്റി ഉണ്ടല്ലോ, അത് അവര് ശരിക്കും നോൺ കൾപ്പബിൾ പൊസിഷൻ അത് അവർ ഉപയോഗിച്ചു. BJP ഉപയോഗിക്കുന്നുണ്ട്. അത് വേറെ ആരെങ്കിലും ഒക്കെ ആകാം, ഞങ്ങളുമായിട്ട് ബന്ധമില്ല എന്നുള്ള മട്ടിൽ അവർ സംസാരിച്ചു. പക്ഷെ ഇത് കാണിക്കുന്നത് ഇന്നും നോർത്ത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന അതിരൂക്ഷമായ ജാതി വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ജാതി സ്പർദ്ധയുടെ ഒരു സൂചന അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ അല്ലേ ബോബി? പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡ് പോലുള്ള ഒരു സംസ്ഥാനത്ത് ഞാൻ കേട്ടിടത്തോളം 70-80% അപ്പർ കാസ്റ്റ് ഹിന്ദുസ് താമസിക്കുന്ന ഒരു സ്ഥലമാണത്. അതുകൂടെ നിങ്ങൾ നോക്കണം. അവിടെയാണ് നടന്നിരിക്കുന്നത്. UP പോലും നടക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. യുപിയിലെ നടന്നിട്ടുണ്ട്, രാജസ്ഥാനിലൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ വളരെ നഗ്നമായി ഇപ്പോഴും നടക്കുന്നു എന്നുള്ളത് കാണിക്കുന്നത് ഈ ജാതി സ്പർദ്ധ, മലയാളിക്ക് മനസ്സിലാത്ത ഒരു ജാതി സ്പർദ്ധ ഇവിടെ ഉണ്ട്. അതിന്റെ പ്രതിഫലനമാണ് എന്ന് നമുക്ക് കരുതാമോ പോകും? ഇതില് ഞാനൊരു കാവിയറ്റ്, ഇത് ശരിക്കും കേരളത്തിലും നടക്കുന്ന ഒരു സാധനം തന്നെയാണ്. പക്ഷെ കേരളത്തില് ഇത്ര ഒരു വ്യാപകമായിട്ട് ഒരു ദളിതൻ മറ്റേ ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ അവര് ശുദ്ധീകരിച്ചാൽ വേറെ പണി കിട്ടും എന്നുള്ള ഒരു പ്രശ്നമാണ്. പക്ഷെ കാസ്റ്റ് വയലൻസ്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും കേരളത്തിലുണ്ട്. അതില്ല എന്നല്ല പറയുന്നത്, ഇന്ത്യ മുഴുവനും ഉണ്ട്. അത് സൗത്ത് ഏഷ്യയിലേക്ക് വന്നിട്ട്, പാകിസ്ഥാനിലുണ്ട്, ബംഗ്ലാദേശിലുണ്ട്. അപ്പൊ സൗത്ത് ഏഷ്യയിലേക്ക് വന്നിട്ടുള്ള എല്ലാ ജാതികളിലും മതങ്ങളിലും ഒക്കെ ഉള്ള ഒരു സാധനമാണ്. അപ്പൊ ദാറ്റ് ഇസ് അനദർ തിങ്. പക്ഷെ ഇത് വളരെ ക്ലിയർ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അന്നേ 1950 തന്നെ ആർട്ടിക്കിൾ 25 വളരെ ക്ലിയർ ആയി പറയുന്നുണ്ട്, അൺടച്ചബിലിറ്റി ഇൻ എനി ഫോം അബോളിഷ് ചെയ്തിരിക്കും. ഈ തലത്തിൽ വേണം നമുക്ക് എന്താണ് ലാൽദ്വാനിയിൽ നടന്നത് എന്നുള്ളത് നോക്കാൻ. അപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞ അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്. ഉത്തരാഖണ്ഡ് ഇസ് പെർഹാപ്സ് ദ ഓൺലി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വിത്ത് ദ മെജോറിറ്റി സവർണ പോപ്പുലേഷൻ ഭൂരിഭാഗമുള്ള ഒറ്റ സ്റ്റേറ്റ് ഉത്തരാഖണ്ഡാണ്. ആ സവർണ പോപ്പുലേഷനിലും ഏറ്റവും കൂടുതൽ ബ്രാഹ്മണന്മാരാണ്. ഭയങ്കര രസമുള്ള ഒരു സ്റ്റേറ്റാണ്. അപ്പോ ഇതില് ഞാനിപ്പോ ഖാർഗെയുടെ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് അതിന്റെ ഒരു സീരിയസ്നെസ്സും സംഭവത്തിലേക്കും അതിന്റെ ഒരു പോളിറ്റിക്സ് ഉണ്ട്. ഖാർഗെ ആ രാംലീല മൈതാനിൽ ആ മീറ്റിംഗ് നടക്കുകയും മീറ്റിംഗ് കഴിഞ്ഞിട്ട് അത് ശുദ്ധീകരിക്കാൻ തീരുമാനിക്കുകയും അതിന്റെ ഒരു പോളിറ്റിക്സിലേക്ക് വരുന്നതിന് മുമ്പ് ഇതേ സംഭവം പല അമ്പലങ്ങളിലും പല സ്ഥലത്തും ഇതിനേക്കാളും വലിയ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫംഗ്ഷനറീസ്, ദ്രൗപദി മുർമു പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, അവരെ കയറ്റാത്ത അമ്പലങ്ങളുണ്ട്. കഴിഞ്ഞ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് പുള്ളിയെ ഇതേപോലെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കേസുകളിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബോത്ത് ഓഫ് ദം അക്സെപ്റ്റഡ് ദ ഇൻസൾട്ട്. അവർ റൂളിംഗ് പാർട്ടിയുടെ ആൾക്കാരായിരുന്നു. സോ ഇറ്റ് ഡിഡ് നോട്ട് ബിക്കം എ ബിഗ് ഇഷ്യൂ. പിന്നെ ഉണ്ടായിട്ടുള്ള ആകെയുള്ള ഒരു ദളിത് പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ നാരായണൻ സാറാണ്. പക്ഷെ പുള്ളി ഈ വാസ് എ ഡിഫറെന്റ് കപ്പ് ഓഫ് ടീ. അയാൾ ഇതിനൊക്കെ മറികടന്നിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ
അയാൾക്ക് ഒരിക്കലും അയാൾ ഒരിക്കലും അമ്പലത്തിനെയോ ഇതിനെയോ ഒന്നും അയാളെ പബ്ലിക് റിലീജിയൻ കൊണ്ടുവന്നിട്ടേ ഇല്ല. ഐ ഡോണ്ട് നോ വെദർ ഹി വാസ് എ ബിലീവർ ഓർ നോട്ട്, ബട്ട് അയാൾ പബ്ലിക് ലൈഫിൽ അയാൾ ഒരിക്കലും റിലീജിയൻ കൊണ്ടുവന്നിട്ടുമില്ല. അയാൾ ഒരു പ്രസിഡന്റ് ആയിട്ട് അമ്പലങ്ങളിൽ കയറി നടന്നിട്ടുമില്ല. അപ്പൊ നാരായണൻ വാസ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് കപ്പ് ഓഫ് ടീ. അപ്പൊ ഈ എല്ലാ രാഷ്ട്രപതികളും പിന്നെ വന്നിട്ടുള്ള 2 രാഷ്ട്രപതികളിൽ ഇവരിതേപോലെ അമ്പലങ്ങളും, കാരണം ഏത് അമ്പലമാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അവിടെ ബാക്കി ഉയർന്ന ജാതി ആൾക്കാർ ഇരിക്കുകയും ദ്രൗപദി മുർമു നിൽക്കുകയും ചെയ്തിട്ടുള്ള അങ്ങനെ പല പ്രോട്ടോകോൾ. ഞാൻ ഓർക്കുന്നത് രാംനാഥ് കോവിന്ദ് ഒറീസയിലെ പുരി ക്ഷേത്രത്തിൽ അദ്ദേഹത്തെ കയറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എക്സാക്ട്ലി. അപ്പൊ ഇങ്ങനത്തെ പല പ്രോട്ടോകോൾ ലംഘനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും ആരും, കാരണം അവർ BJPയുടെ ഭാഗമായതുകൊണ്ടും കൂടിയാണ് ആരും ഇത് അത്ര വലിയ സംഭവമാക്കിയിട്ടില്ല. കാർഗയുടെ കാര്യം, വൈ ഡിഡ് ഇറ്റ് ബിക്കം എൻ ഇഷ്യൂ ആൻഡ് ഹൗ ഹാസ് ഇറ്റ് ബിക്കം എൻ ഇഷ്യൂ എന്നുള്ളതാണ്. കാർഗെ റെഫ്യൂസ് ടു ടേക്ക് ഇറ്റ് ലൈൻ ഡൗൺ, അതൊന്ന്. രണ്ടാമത് അയാള് ഒപ്പോസിഷൻ പാർട്ടിയുടെ നേതാവാണ്, പ്രസിഡന്റാണ്, കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. അപ്പൊ അയാള് ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അത് ശുദ്ധീകരിച്ചത്, അത് ക്ലിയർ ആയിട്ട് ഒരു കാസ്റ്റ് വയലൻസ് ആണെന്നുള്ളത് ആർട്ടിക്കുലേറ്റ് ചെയ്യാനും ആ ആർട്ടിക്കുലേഷനെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ടായിരുന്നു. അതും എനിക്ക് അതിലൊരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട്. കാരണം ആ ആർട്ടിക്കുലേഷനെ സപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യയിൽ നിന്ന് അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല. ഇത് ഫൈറ്റ് ചെയ്യുന്ന കാർഗെ മാത്രമാണ്. അതിനൊരു വലിയൊരു എന്താ പറയാ, നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇവരാരും അതിന്റെ ഒരു കാര്യമായിട്ടുള്ള ഒരു ബാക്കിംഗ് ഒന്നും ആരും കൊടുത്തിട്ടില്ല. They have not even considered this serious enough. But why this is serious is that നമ്മള് റിപ്പബ്ലിക് ആയിട്ട് 76-ാം കൊല്ലാണ്. ഈ 76-ാം കൊല്ലത്തിലും ചില കാര്യങ്ങൾ, ഇപ്പോ ചൈൽഡ് മാരേജ് പ്രോഹിബിറ്റ് ചെയ്തു. ഇന്നും അവിടെ ഇവിടെയൊക്കെ ചൈൽഡ് മാരേജ് നടക്കുന്നുണ്ട്. പക്ഷെ അത് ഒളിച്ചിട്ടേ ചെയ്യുള്ളൂ, പബ്ലിക്കായി ചെയ്യില്ല. അപ്പൊ അതേപോലെ തന്നെ ഈ അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്തിട്ടും ഇന്നും അൺടച്ചബിലിറ്റി ഒളിച്ചിട്ടല്ല, നല്ല പബ്ലിക്കായി പല സ്ഥലങ്ങളിലും, അതിന്റെ കുറച്ച് ഇൻസ്റ്റൻസസ് ഞാൻ പറയാം, നടക്കുന്നു. പിന്നെ കോൺഗ്രസ് പോലത്തെ ഒരു പാർട്ടിയുടെ ലീഡറും ഇന്ത്യയുടെ പ്രസിഡന്റും ഒക്കെ ഈ അൺടച്ചബിലിറ്റി അനുഭവിക്കുന്ന ഒരു സ്ഥിതി ആണ് ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഭാഗ്യത്തിന് കാർഗെ ഡിഡ് നോട്ട് ജസ്റ്റ് സ്റ്റോപ്പ് അറ്റ് സേയിങ് ദാറ്റ് ദിസ് ഇസ് എൻ ഇഷ്യൂ. അപ്പൊ ഈ കാർഗെയ്ഡ് പോയിന്റ് ഔട്ട് ചെയ്ത ഉടനെ BJP, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ BJP ഉടനെ തന്നെ കൾപ്പബിലിറ്റി റെഫ്യൂസ് ചെയ്യണം. BJP പറയുന്നു ഇത് ഞങ്ങളല്ല ചെയ്തത്, ശ്രീരാം സേന എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ചെയ്തത്. അപ്പോ ആ നാട്ടിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ അറിയുന്ന ഒരു കാര്യമാണ് ശ്രീരാം സേന സംഘ് പരിവാറിന്റെ ഭാഗമാണുള്ളത്. അതുകൊണ്ടാണല്ലോ മറ്റേ ആ പ്രഗ്യ എന്ന് പറയുന്ന ടെററിസ്റ്റിനെ അവർ MP ആക്കിയത്. ഒരു അണ്ടർ ട്രയൽ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ ടെററിസ്റ്റ് അവരെ MP ആക്കിയത് അതുകൊണ്ടാണ്. അപ്പോ അതേപോലെ ആ കേണൽ പുരോഹിത്തിന് ഡബിൾ പ്രൊമോഷൻ കൊടുത്തു, അതിന്റെ ഒക്കെ ഭാഗമായിട്ടാ. എന്നിട്ടും അവർ പറയും ശ്രീരാം സേന ഞങ്ങൾക്കും ഇല്ല എന്ന് പറയും. അപ്പൊ അത് തന്നെ ഇവിടെ നടന്നിരിക്കുന്നത്. അവർ പറയുന്നത് അത് ശ്രീരാം സേനയാണ് ചെയ്തത്. അപ്പോഴാണ് കാർഗെ, ആൻഡ് ഐ തോട്ട് ദിസ് വാസ് ഒന്നുമല്ലെങ്കിലും പ്രിയങ്ക കാർഗെയുടെ അച്ഛനാണല്ലോ, അയാൾക്ക് അതിന്റെ ഒരു പോളിറ്റിക്സ് ഉണ്ടാവുമല്ലോ. അപ്പോഴാണ് കാർഗെ അടുത്ത ബോംബ് എറിയുന്നത്. കാർഗെ പറയുന്നത് ഓക്കെ, നിങ്ങൾ അത് പറയുകയാണെങ്കിൽ ഇത് ചെയ്തവരെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുക, FIR ഫയൽ ചെയ്തിട്ട്. കാരണം ഇത് അട്രോസിറ്റീസ് ആക്ടിൽ ഒരു കുറ്റമാണ്, അപ്പൊ അവരെ അറസ്റ്റ് ചെയ്യേണ്ടതല്ല. എന്തുകൊണ്ട് ഇതുവരെ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഒരു വലിയ ചോദ്യമല്ലേ. അപ്പൊ ഹോണസ്റ്റ്ലി സൗത്ത് ഇന്ത്യയിൽ പോലും നല്ല രീതിയിൽ നല്ല രീതിയിൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇന്നും നടക്കുന്ന ഒരു സംഭവമാണ്. ഇറ്റ്സ് നോട്ട് ആസ് ഇഫ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഹാസ് ഡിസപ്പിയർഡ്. അപ്പൊ അതിന്റെ ഒരു വലിയ കാരണം ഞാൻ ആലോചിക്കുന്നത്, ഒന്ന് കാസ്റ്റ്, നമ്മള് സൗത്ത് ഏഷ്യൻ കോൺസെപ്റ്റില് നമ്മളെ എല്ലാവരെയും, അത് അപ്പർ കാസ്റ്റ് ആണെങ്കിലും ലോവർ കാസ്റ്റ് ആണെങ്കിലും കുറെ പേര് പറയും ഞാൻ കാസ്റ്റ്ലെസ് ആണ്. അത് കാസ്റ്റ്ലെസ് ആണെന്ന് പറയുന്നത് തന്നെ ഒരു പ്രിവിലേജ് ആണ്. കാരണം അയാൾക്ക് കാസ്റ്റിന്റെ കാരണം ഒരു ഡിസബിലിറ്റി ഇല്ലാത്ത ആൾക്കാർക്ക് കാസ്റ്റ്ലെസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. കാസ്റ്റിന്റെ കാരണം ഡിസബിലിറ്റി ഉള്ളവർ ഒരിക്കലും പറയില്ല. അപ്പൊ ഇത് നമ്മളെ കൾച്ചറിൽ സീപ്പിൻ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ എവറിഡേ ലൈഫില് നമുക്ക് കാസ്റ്റ് ഇല്ലാതെ അത് കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും, നോർത്ത് ഈസ്റ്റിലെ കുറച്ച് ഭാഗമല്ലാതെ. അപ്പൊ അത് ഒന്ന്. പിന്നെ ഇങ്ങനത്തെ ഒരു സാധനത്തിന്
ഈ കൾച്ചറിന്റെ ഭാഗമായിട്ട് നൂറ്റാണ്ടുകളോളം സൗത്ത് ഏഷ്യയുടെ കൾച്ചർ, ബ്രാഹ്മണിസത്തിന്റെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള ഒരു സാധനം നമ്മൾ അബോളിഷ് ചെയ്യുമ്പോൾ അത് ഓവർനൈറ്റ് ഡിസപ്പിയർ ചെയ്യില്ല എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ്. പക്ഷെ ബ്രിട്ടീഷുകാരുടെ സമയത്ത് സതി, ചൈൽഡ് മാരേജ് പോലത്തെ കാര്യങ്ങൾ, ആൻഡ് ജസ്റ്റ് ടു റിമൈൻഡ് അവർ ഓഡിയൻസ്, ചൈൽഡ് മാരേജ് പ്രോഹിബിഷന് ബാൽ ഗംഗാധർ തിലക് പോലത്തെ നേതാക്കളും ഒപ്പം അതും ബ്രിട്ടീഷുകാർ അങ്ങനെ ഒരു കൊണ്ടുവരരുത് എന്ന് പറഞ്ഞ ഒപ്പോസ് ചെയ്ത സാധനങ്ങളാണ്. അപ്പോൾ കോൺഗ്രസിലെ ഒരു കൺസർവേറ്റീവ് ഭാഗം അതിന് സതി അബോളിഷ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്, നേതാക്കളാണ്. അപ്പൊ ഇതിലുള്ള ഒരു പക്ഷെ അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റിയിരുന്നത്, ഇതിനെ സപ്പോർട്ട് ചെയ്ത രാജാറാം മോഹൻ റായ് പോലത്തെ ആൾക്കാരും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ബ്രിട്ടീഷ് ഡിഡ് നോട്ട് കെയർ അബൌട്ട്, ഇറ്റ് വാസ് നോട്ട് എ ഡെമോക്രാറ്റിക് കൺട്രി. അപ്പൊ ബ്രിട്ടീഷിന് ഇതിന്റെ പോപ്പുലാരിറ്റി ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പൊ അവർക്ക് അത് എൻഫോഴ്സ് ചെയ്യാൻ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇതിന്റെ എലക്ഷൻ അരിത്മെറ്റിക് ഒക്കെ ഇഷ്ടംപോലെ വർക്ക് ചെയ്യും. അപ്പൊ അതുമല്ലാണ് BJP പവറിൽ വന്നിട്ടുള്ളത് തന്നെ ഈ കാസ്റ്റ് ഡിസ്റ്റിങ്ഷൻസും, ആൻഡ് ദാറ്റ് ഇസ് ദ ലെസൺ വി നീഡ് ടു ടേക്ക് അവേ ഫ്രം ഹിയർ. കാസ്റ്റ് ഡിസ്റ്റിങ്ഷൻസ് ഈ BJPയുടെ മനസ്സിലുള്ള ഒരു രാമരാജ്യം നമ്മളെ മാവേലിയുടെ രാജ്യമല്ല. BJPയുടെ മനസ്സിലുള്ള ഒരു രാമരാജ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും സനാതന ധർമ്മം, അവരെ വർണ്ണാശ്രമ ധർമ്മം ബേസ് ചെയ്തിട്ടുള്ള ബ്രാഹ്മണനും വൈശ്യനും ക്ഷത്രിയനും ശൂദ്രനും അവർണനും അവരവരെ പൊസിഷൻസ് അറിഞ്ഞുകൊണ്ട് ജീവിച്ച് അതിൽ മ്ലേച്ഛന്മാരെയൊക്കെ പുറത്താക്കിയിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് അവര് സ്വപ്നം കാണുന്ന അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ഒരു രാമരാജ്യം. അപ്പൊ ഈ രാമരാജ്യത്തില് ഇന്ന് ഇവർക്ക് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവര് ഇനിയും പോളിറ്റിക്സിൽ സ്പേസ് ചോദിക്കും എന്നുള്ള പേടിയിൽ തന്നെയാണ് BJP ഇങ്ങനത്തെ ഈ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അവർ അലോ ചെയ്യുന്നത്. പക്ഷെ അത് അവർ അലോ ചെയ്യുമ്പോഴും അവർ RSS ഉൾപ്പെടെ അവർ പറയാ നമ്മൾ കാസ്റ്റിന്റെ ബേസിസിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യില്ല എന്ന് പറയും. പക്ഷെ അതേ ആൾക്കാരുടെ അടുത്ത് നമ്മൾ പോയിട്ട് അവരോട് വർണ്ണാശ്രമ ധർമ്മത്തിന് തള്ളി പറയാൻ പറഞ്ഞാൽ അവർ തള്ളി പറയില്ല. ഇതാണ് ഒരു കോൺട്രാഡിക്ഷൻ. അപ്പോ ഐ എം വെരി ഹാപ്പി, ഇങ്ങനൊരു രീതിയിൽ ഐ എം വെരി ഹാപ്പി ദിസ് ഹാപ്പൻ. ഐ എം വെരി ഹാപ്പി ദാറ്റ് കാർഗെ ബോട്ട് ഇറ്റ് അപ്പ്. വാട്ട് ഐ എം സാഡ് അബൌട്ട് ഇസ് പുള്ളിക്ക് കിട്ടാത്ത സപ്പോർട്ട്. ഈവൻ കോൺഗ്രസിന്റെ ഉള്ളിൽ പോലും ഇതൊരു വലിയ ഇഷ്യൂ ആക്കാൻ പ്രത്യേകിച്ച് UP, ഈ നോർത്ത് ഇന്ത്യയിലെ രാഹുൽ ഗാന്ധി എത്ര OBC SC പ്രേമമൊക്കെ പ്രകടിപ്പിച്ചാലും അപ്പോയിന്റ്മെന്റ്സ് വരുമ്പോൾ മിക്കവാറും എല്ലാം ബ്രാഹ്മണരോ അല്ലെങ്കിൽ താക്കൂർമാരോ ആയിരിക്കും എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഈയിടെ UPയിലെ ACC സെക്രട്ടറി ആയിട്ട്, ഒബ്സർവറായിട്ടോ സെക്രട്ടറി ആയിട്ടോ ഒരു ഡൽഹിക്കാരൻ ദലിത്തിനെ നിയമിച്ചു. ഞാൻ കേൾക്കുന്നത് അദ്ദേഹത്തെ UPയിലെ അവശേഷിക്കുന്ന കോൺഗ്രസ് മൊത്തം ബ്രാഹ്മൺ ഡൊമിനേറ്റഡ് ആണ്. അവർ അദ്ദേഹത്തെ അടുപ്പിക്കുന്നേ ഇല്ലെന്നാണ് ഞാൻ കേട്ടത്. എന്ന് വെച്ചാൽ അതാണ് ബേസിക് പ്രശ്നം എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും. അദ്ദേഹത്തിന് ഐഡിയോളജിക്കൽ സ്റ്റാൻഡ് എടുക്കാം. പക്ഷേ രാഹുൽ ഗാന്ധി അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുമ്പോഴുള്ള പ്രശ്നം അത് കോൺഗ്രസിന്റെ BJPയുടെ അതേ പ്രശ്നം തന്നെയാണ്. അവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ അവരെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരിക്കലും തയ്യാറുമല്ല. ഇവിടെ തിരിച്ചാണ്, ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നു പബ്ലിക്കായിട്ട്, പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവർക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കോൺഗ്രസിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറ്റ് വൺ ലെവൽ യു നീഡ് എ ലീഡർഷിപ്പ്. ഇത് സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു ലീഡർഷിപ്പ് വേണം. കോൺഗ്രസിന്റെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അത് ഇന്ദിരാഗാന്ധി തൊട്ട് കേടുവരുത്തിയിട്ടുള്ള ഒരു കൾച്ചറാണ്. കോൺഗ്രസിന് ഇറ്റ്സ് നോട്ട് എ കാഡർ പാർട്ടി. കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെ കാലം വരെ ഒരു കാഡർ പാർട്ടിയായിരുന്നു, അതൊരു നേതാക്കളെ പാർട്ടിയായിരുന്നു. ഒരു കാഡർ പാർട്ടി ആണെങ്കിൽ ഇങ്ങനത്തെ ഇന്റർവെൻഷൻസ് നടത്താം. അപ്പൊ ഒരു ദളിത് മെജോറിറ്റി ഉള്ള സ്ഥലത്ത് നിന്ന് ദളിതരെ വരുള്ളൂ, അവർക്ക് സെപ്പറേറ്റ് ഇലക്ടോറേറ്റ്സ് കൊണ്ടുവരാം. പക്ഷെ അത് ചെയ്യാതെ കോൺഗ്രസ് ഒരു നേതാക്കളെ, അത് ഇന്ദിരാഗാന്ധി കഴിഞ്ഞിട്ട് അവർ ഒരു കോട്ടരി വന്നു, സഞ്ജയ് ഗാന്ധിയുടെ കോട്ടരി വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ കോൺഗ്രസ് ആ കൾച്ചറിൽ നിന്ന് പുറത്തു വന്നില്ലെങ്കിൽ കോൺഗ്രസിന്റെ കാര്യം കുറച്ച് കഷ്ടം തന്നെയാണ്. ദേ വിൽ ബി ഇതേ ഒറ്റ ഡിഫറൻസ് ഉള്ളൂ, അവർ ഓപ്പൺലി കാസ്റ്റിസ്റ്റോ കമ്മ്യൂണലോ ആവില്ല. അവർക്ക് കുറച്ച് നാണമാനമുണ്ട്.